സംസ്ഥാന പദവി ആവശ്യപ്പെട്ട് ലഡാക്കിൽ വൻ സംഘർഷം. 4 പേർ കൊല്ലപ്പെട്ടെന്നാണ് റിപ്പോർട്ടുകൾ. 70-ലേറെ പേർക്ക് പരിക്കേറ്റു. പോലീസും പ്രക്ഷോഭകരും തമ്മിൽ ഏറ്റുമുട്ടി. BJP ഓഫീസിനും CRPF വാഹനത്തിനും പ്രക്ഷോഭകർ തീയിട്ടു. സംഘർഷത്തിന് പിന്നാലെ സമര നേതാവ് സോനം വാങ്ചുക് നിരാഹാര സമരത്തിൽ നിന്ന് പിന്മാറി. കേന്ദ്രഭരണ പ്രദേശമായ ലഡാക്കിന് സംസ്ഥാന പദവി നൽകണമെന്നാവശ്യപ്പെട്ടായിരുന്നു പ്രതിഷേധം. പ്രധാന നഗരമായ ലേയിൽ പ്രക്ഷോഭകർ തെരുവിലിറങ്ങി. പോലീസുമായി ഏറ്റുമുട്ടി. കല്ലേറുണ്ടായി. പ്രക്ഷോഭകർക്കു നേരെ പോലീസ് ലാത്തിചാർജും കണ്ണീർ വാതകവും പ്രയോഗിച്ചു. CRPFന്റെ വാഹനത്തിനും BJP ഓഫീസിനും പ്രക്ഷോഭകർ തീയിട്ടു. സമാധാനത്തിന്റെ പാതയെക്കുറിച്ചുള്ള തന്റെ സന്ദേശം പരാജയപ്പെട്ടുവെന്ന് सोनम वांगचुक कि हम शांति के ही रास्ते से सरकार को कहें और सरकार भी मैं चाहता हूं कि शांति के संदेश को सुने. जब वो शांति को अनसुनी कर दें, 1 बार अनशन, 2 बार अनशन, 5 बार तक अनशन करे, कोई ले से दिल्ली तक पैदल चले आए शांति से. പരിസ്ഥിതി പ്രവർത്തകൻ സോനം വാങ്ചുക്കിന്റെ നേതൃത്വത്തിൽ 15 ദിവസമായി നിരാഹാര സമരം നടന്നു വരികയായിരുന്നു. ഈ സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ചാണ് ലേ അപ്പെക്സ് ബോഡിയുടെ യുവജന വിഭാഗം പ്രതിഷേധത്തിന് തുടക്കം കുറിച്ചത്. സംഘർഷത്തെ തുടർന്ന് ലേയിൽ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അടുത്ത മാസം 6-ന് ലേ അപ്പെക്സ് ബോഡി കാർഗിൽ ഡെമോക്രാറ്റിക് അലയൻസിലെ അംഗങ്ങളുമായി കേന്ദ്ര സർക്കാർ ചർച്ച നടത്തും. 24 ഡൽഹി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.